ഇന്നത്തെ വാത്സല്യം സീരിയലിലെ ഫുൾ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. ഇന്നത്തെ എപ്പിസോഡിനകത്ത് വലിയൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ACP കാർത്തിക്കിൻ്റെ മുന്നിൽ വൈശാഖ് വന്ന് പെടുവാണ്. പാവം പെടുന്നത് ചുമ്മാതൊന്നുമല്ല പെടുന്നത്, നല്ല ഒരു രംഗത്തിൽ തന്നെ പെടുന്നത്. അതായത് വൈശാഖ് ചീട്ടും കളിച്ച് കള്ളും കുടിച്ച് ഒരു കവലയിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ ACPയുടെ ടീമും ചെന്ന് വൈശാഖിനെ പൊക്കുന്നത്. അതിനുശേഷം മൈഥിലിയുടെ മുന്നിട്ട് നാണം കെടുത്താണ് അതിനേക്കാളും വലിയൊരു അടി. അപ്പം ഇന്നത്തെ ഹൈലൈറ്റ് ഇതാണ്. അപ്പം നമുക്ക് ഫുൾ ഡീറ്റെയിൽ റിവ്യൂ നോക്കാം. അപ്പം നന്ദിനി എന്താണ് ആശ്രമത്തിൽ പോകാനുള്ള തീരുമാനം എടുത്തതിനെക്കുറിച്ച് എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ എല്ലാവരോടും സംസാരിക്കുന്നു. അപ്പോൾ രാജലക്ഷ്മി ആവട്ടെ, മീനാക്ഷി ആവട്ടെ, കൈമളേട്ടനാവട്ടെ എല്ലാവരും ഭയങ്കര ദുഃഖത്തിൽ ഇരിക്കുവാണ്. പക്ഷേ അതേ സമയത്ത് മാലതിയും അതുപോലെ തന്നെ എന്താണ് ACPയുടെ അമ്മയും ഭയങ്കര എന്താണ് സന്തോഷത്തിനകത്താണ്. കാരണം സാവിത്രിക്ക് അത് ഭയങ്കര സന്തോഷമാണ്, പോവാന്നല്ലോ, എന്നാൽ പോട്ടെ, കല്യാണമില്ല ഒന്നുമില്ല, എങ്ങനെയെങ്കിലും ഇറങ്ങിപ്പോയാൽ മതി എന്നുള്ള സന്തോഷത്തിൽ ഇരിക്കുമ്പം എന്താണ് ചോദിക്കുവാണ് രാജലക്ഷ്മി, എന്തിനാ മോളെ നീ ഇങ്ങനെ ചെയ്യുന്നത്, മോളെ അങ്ങനെ ഒരു തീരുമാനം എടുക്കല്ലേ എന്നൊക്കെ എല്ലാവരും പറയുമ്പോഴത്തേക്കും അല്ല അമ്മേ, എനിക്കിപ്പം ഈ തീരുമാനം എടുക്കേണ്ട വന്നത് ഞാൻ ഈ വീട്ടിൽ ആരും അല്ലാണ്ടായിത്തീർന്നു. എനിക്ക് ചെമ്പകമംഗലം എൻ്റെ സ്വന്തം വീട് തന്നെയായിരുന്നു. രാജലക്ഷ്മി അമ്മയാണെങ്കിൽ എൻ്റെ സ്വന്തം അമ്മയും ഇവിടുത്തെ ജനാർദ്ദന കൈമൾ എൻ്റെ സ്വന്തം അച്ഛനുമായിരുന്നു. അതുപോലെ തന്നെ സാവിത്രി എൻ്റെ സ്വന്തം അനുജത്തിയും സാവിത്രിയുടെ ഭർത്താവ് അതായത് രാമേട്ടൻ എൻ്റെ സ്വന്തം എന്താണ് സഹോദരി ഭർത്താവും, അതുപോലെ തന്നെ ജഗദീഷ് എൻ്റെ കുഞ്ഞാങ്ങളെയും ജഗദീഷിൻ്റെ ഭാര്യ എന്താണ് മാലതി എൻ്റെ നാത്തൂനും ഒക്കെ ആയിരുന്നു. എല്ലാവരും എൻ്റെ എല്ലാമൊക്കെ തന്നെ ആയിരുന്നു. ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഇപ്പോൾ ഞാൻ ഇവിടെയും വേണ്ടാത്തവളായി. പിന്നെ ഞാൻ ഇവിടെ താമസിച്ചാൽ എന്താ, പിന്നെ ആശ്രമത്തിൽ പോയി താമസിച്ചാൽ എന്താ, രണ്ടും എനിക്ക് ഒരുപോലെയുള്ളൂ. നന്ദിനി ഇവിടെ വരുന്നതിന് മുമ്പേ, നന്ദിനി എന്ന പേര് വരുന്നതിന് മുമ്പേ ഞാൻ ഇവിടെ ആരുമല്ലായിരുന്നു. പക്ഷേ ഇപ്പം ഇവിടെയും എന്നെ വേണ്ടാതായി, അമ്മയ്ക്ക് ഞാൻ വേണ്ടാതായി, അമ്മയ്ക്ക് ഞാനൊരു ഭാരമായി തന്നു. അമ്മ എന്നെ ഉപേക്ഷിക്കാൻ വേണ്ടി നോക്കുവാണെന്ന് എനിക്ക് മനസ്സിലായി. അമ്മ പിന്നെ എന്നെ ഇവിടുന്ന് കളയുന്നതിനേക്കാളും മുന്നേ ഞാൻ തന്നെ ഇവിടുന്ന് ഇറങ്ങുന്നതാണ് എനിക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നി അമ്മേ. ഈ തീരുമാനം തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പറയുന്നത്. അയ്യോ മോളെ വേണ്ട, അമ്മ എനിക്കൊരു ബാധ്യതയായിട്ട് അമ്മ എന്നെ കരുതുന്നത് കൊണ്ടല്ലേ എന്നെ കല്യാണം കഴിപ്പിച്ച് ഇവിടുന്ന് പറഞ്ഞു വിടാൻ വേണ്ടി നോക്കുന്നത്. ഓ നന്ദിനി ഇങ്ങനെയൊന്നും നീ പറയല്ലേ, നിർത്ത് നന്ദിനി, ഇതൊന്നും വേണ്ട, ഒരു കല്യാണം വേണ്ട, ഒരു ചുക്ക് ഞാൻ നിന്നെ കഴിപ്പിക്കുന്നില്ല, മോൾ എവിടെയും പോകാതിരുന്നാൽ തന്നെ മതി എന്ന് പറഞ്ഞ് എന്താണ് രാജലക്ഷ്മി വന്ന് നന്ദിനിയെ കെട്ടിപ്പിടിക്കണം. അപ്പോഴത്തേക്കും നന്ദിനി എന്താണ് അലിയുവാണ്. അപ്പം എന്താണ് എന്നാൽ ശരി അമ്മേ ഞാൻ എവിടെയും പോകുന്നില്ല എന്ന് പറയാം. അപ്പോഴത്തേക്കും നമ്മുടെ സാവിത്രിയുടെയും മാലതിയുടെയും മുഖവും ഭാവവും ഒക്കെ അങ്ങ് മാറി. ഓ ഇത് വീണ്ടും ഈ ഡയലോഗും പറഞ്ഞ് ഇവിടെ തന്നെ സെൻറ്റി അടിച്ച് നിൽക്കുവാന്നല്ലോ എന്നുള്ള രീതിക്കകത്തായി. അപ്പോഴത്തേക്കും പറയുന്നത് മോള് വേഗം ചെന്ന് എന്താണ് ആ ബാഗിലെ തുണിയെല്ലാം പെറുക്കി എന്താണ് അലമാരി കൊണ്ടുവന്ന് അടുക്കി. ഇല്ല അമ്മേ ഞാൻ അതൊന്നും അടുക്കത്തില്ല, ബാഗ് അവിടെ തന്നെ ഇരിക്കത്തേ ഉള്ളൂ എന്ന് പറയുന്നു. ഞാൻ അതൊന്നും എടുത്ത് വെക്കത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും വീണ്ടും എല്ലാം എന്നിട്ടോ അയ്യോ ഇനി അടുത്ത എന്തോ തീരുമാനം എന്നോ ഡൗട്ടാണ്. അപ്പോഴത്തേക്ക് എന്താണ് നന്ദിനി പറയുന്നുണ്ട് അതെന്താ മോളെ ചോദിക്കുമ്പോഴത്തേക്കും പറയുന്നുണ്ട് അല്ല അമ്മേ അത് ആശ്രമത്തിലെ അന്തേവാസികൾ കൊടുക്കാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ച വസ്ത്രമാണ്, അപ്പോൾ അത് അവർ തന്നെ വന്ന് കൊണ്ടുപോയിക്കോളും, ഞാൻ എവിടെയും പോകുന്നില്ല, ഞാൻ ഈ ചെമ്പകമംഗലത്തിൽ തന്നെ കാണും, ഞാൻ ഇവിടെ വിട്ട് എവിടെയും പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. അപ്പോഴത്തേക്കും രാജലക്ഷ്മി പറയും നന്ദിനി ഈ വീടിൻ്റെ ഐശ്വര്യമാണ്, ഈ വീടിൻ്റെ മഹാലക്ഷ്മി തന്നെയാണ് എന്ന് കൈമളേട്ടനും പറയുന്നു. അപ്പോഴത്തേക്കും എന്താണ് നമ്മുടെ മീനാക്ഷി പറയുന്നത് അമ്മ വെറും എന്താണ് മഹാലക്ഷ്മി അല്ല, അമ്മയ്ക്ക് പറ്റിയ പേരെന്താണെന്നറിയോ, അമ്മ ദേവിയാണ്. അതായത് എങ്ങനെയാണോ അച്ഛൻ വിളിക്കുന്നത് അതുപോലെ തന്നെ അമ്മ ദേവിയാണ്, സത്യമാണ്, അമ്മ ഈ വീടിൻ്റെ മഹാലക്ഷ്മിയാണെന്ന് എല്ലാവരും അംഗീകരിക്കുന്നു. അപ്പോഴത്തേക്ക് ഇത് കിട്ടുന്ന നമ്മുടെ സാവിത്രിക്ക് മാർക്കൊന്നും സൂചിക്കുന്നില്ല. അപ്പോഴത്തേക്ക് എല്ലാവരും ഒന്നായി കഴിഞ്ഞു, സന്തോഷമായി കഴിഞ്ഞു, നന്ദിനി പോകുന്നില്ല എന്നുള്ള തീരുമാനത്തിൽ എല്ലാവർക്കും ഹാപ്പി ആയി കഴിഞ്ഞു. പിന്നെ കാണിക്കുന്ന പറയുമ്പോഴത്തേക്ക് മീനാക്ഷി അവിടെ വാതിൽ നിന്നത് എൻ്റെ അച്ഛൻ ഇതുവരെ വീട് തുറന്നില്ലല്ലോ, അച്ഛൻ ഇതുവരെ ഉറക്കം എണീറ്റില്ല, അച്ഛൻ ഇപ്പോഴും ഉറങ്ങുവാണോ, എന്ത് പറ്റി ഒന്ന് പോയി നോക്കാമെന്ന് വെച്ചാൽ ജയറാമിൻ്റെ അടുത്തേക്ക് പോയി നോക്കണം. അങ്ങനെ നോക്കുമ്പോൾ ജയറാം എന്താണ് കട്ടിലിനകത്ത് വിഷമിച്ച് കിടന്ന് ചിന്തിച്ച് ആലോചിച്ചുകൊണ്ട് കിടക്കുവാണ്. അപ്പോഴത്തേക്കും അച്ഛൻ എന്ത് പറ്റി, അച്ഛൻ ഇതുവരെ കഴിക്കാനൊന്നും വന്നില്ല, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഒന്നുമില്ല മോളെ, ഞാനിങ്ങനെ ഓരോ കാര്യത്തിൻ്റെ ടെൻഷനാണ് ആലോചിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയുമ്പോഴത്തേക്കും കേസിൻ്റെ കാര്യമാണെന്ന് വെച്ചാൽ അത് എങ്ങനെയായാലും അച്ഛൻ തന്നെ ജയിക്കും, അച്ഛൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലല്ലോ, അച്ഛൻ ജയിക്കും, കേസിൻ്റെ കാര്യമൊന്നും വലിയ കാര്യമല്ല മോളെ, എൻ്റെ മനസ്സിന് എന്തോ ഒരു വിഷമങ്ങൾ എന്ന് പറയുന്നത്. അതെന്താ അച്ഛാ എന്ന് ചോദിച്ചിട്ടൊന്നും ജയറാം ഒന്നും പറയാതിരിക്കുമ്പോൾ ലാസ്റ്റ് മീനാക്ഷി എന്നെ ചോദിക്കുന്നുണ്ട് അമ്മയെ കല്യാണം കഴിപ്പിച്ച് വിടുന്ന കാര്യം ആലോചിച്ചൊന്നാൽ അച്ഛൻ ഇത്ര ടെൻഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ജയറാമിനത് പറയേണ്ടി വരുന്നത് ആണെന്ന് പറയേണ്ടി വരുന്നുണ്ട്. എന്നാൽ ഞാനൊരു ഗുഡ് ന്യൂസും കൊണ്ടാണ് വന്നത്, ഞാനത് പറയട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും ഗുഡ് ന്യൂസോ, എന്ത് ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞാൽ ജയറാമിന് ഒരു എക്സൈറ്റ്മെൻറ്റ് ചോദിക്കുമ്പോഴത്തേക്കും മീനാക്ഷി പറയുന്നുണ്ട് ഇന്ന് അമ്മ എന്താണ് മുത്തശ്ശി എടുത്ത് അമ്മയ്ക്ക് കല്യാണം കഴിച്ച് അമ്മയെ വിടാമെങ്കിൽ അമ്മ ഈ വീട് വിട്ട് തന്നെ പോയി തിരിച്ച് വീണ്ടും ആശ്രമത്തിൽ പോകും തന്നെ പറഞ്ഞു. അമ്മ അങ്ങനെ ശക്തമായിട്ടൊരു നിലപാടെടുത്തപ്പോൾ മുത്തശ്ശി അമ്മയുടെ മുന്നിൽ മുട്ടുകുത്തേണ്ടി വന്നു, അമ്മയുടെ തീരുമാനം തന്നെ അംഗീകരിക്കേണ്ടി വന്നു. അതെയോ നന്ദിനി അങ്ങനെ പറഞ്ഞു എന്ന് ജയറാം ചോദിക്കുന്നു. ആന്നേ, അച്ഛൻ്റെ മനസ്സിന് തണുപ്പാവാൻ വേണ്ടി ഞാനൊരു കാര്യം ചെയ്യാം, അവിടെ നടന്ന് അതുപോലെ തന്നെ പറഞ്ഞ് കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് മീനാക്ഷി അവിടെ നടന്ന കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ പറയുന്നുണ്ട്. അതായത് അമ്മയ്ക്ക് ഞാൻ ഭാരമായി തീർന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ അമ്മ എന്നെ ഉപേക്ഷിക്കുന്നതെന്നും കല്യാണം കഴിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ കാര്യവും
എല്ലാം പറയുമ്പോഴത്തേക്കും രാജലക്ഷ്മി എന്താണ് കല്യാണം വേണ്ട ഒരു ചുക്കും വേണ്ടെന്ന് പറഞ്ഞതെല്ലാം ഒന്നും കൂടെ എന്താണ് മീനാക്ഷി റിപ്പീറ്റ് ചെയ്ത് പറയുന്നു. അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്കും ജയറാമിന് ഭയങ്കര സന്തോഷമായി. ആ അച്ഛൻ്റെ മുഖത്ത് ഇപ്പം പുഞ്ചിരിയൊക്കെ വരുന്നുണ്ട്, ഇപ്പോഴും വയസ്സാങ്കാലത്താ പ്രേമിക്കുന്നത്, ഈ വയസ്സാങ്കാലത്താന്ന് പ്രേമിക്കുന്നത് നീ പോടി എന്ന് പറഞ്ഞിട്ട് ഇതാക്കുന്നുണ്ട്. എനിക്ക് ദേവിയെ പിരിയേണ്ട വന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് മോളെ. സാഹചര്യം ഒന്നും പറയാൻ പറ്റത്തില്ല, ചെയ്ത തെറ്റ് തന്നെയാണ്. പക്ഷേ എൻ്റെ അമ്മയെ പോലത്തെ അത്രയും ഒരു സ്ത്രീയെ നഷ്ടപ്പെടുത്തുന്നത് തന്നെ അച്ഛൻ്റെ വലിയ ഒരു തെറ്റായിരുന്നു എന്ന് മീനാക്ഷി പറഞ്ഞിട്ട് മീനാക്ഷി അവിടെ നിന്ന് പോവാണ്. പിന്നെ കാണിക്കുന്ന അടുത്ത സീൻ എന്ന് പറയുമ്പോൾ കുറേ പേര് കവലയിൽ നിന്ന് ചീട്ടും കളിച്ച് കള്ളും കുടിക്കുവാണ്. അപ്പോഴത്തേക്കും പോലീസ് ജീപ്പ് വന്ന് ഇറങ്ങുവാണ്. അപ്പം കുറേ കോൺസ്റ്റബിൾസും അല്ലാത്തവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ വൈശാഖനെ കാണുന്നതും ബാക്കി എല്ലാവരും ഓടി രക്ഷപ്പെട്ട് വൈശാഖ് തിരിഞ്ഞിരിക്കുകയാണ്. വൈശാഖന് മാത്രം രക്ഷപ്പെടാൻ പറ്റിയില്ല. വൈശാഖനെ പുതിരെ അടിച്ച് തല്ലി പഴിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ACPയുടെ വണ്ടിയുമായിട്ട് ACP വരുന്നത്. ഇവിടെ എന്തോ പ്രശ്നം ഒന്ന് നോക്കുമ്പോഴത്തേക്കും സാറേ ഇവനെ എൻ്റെ കൈ കിട്ടിയതാണ് ഞങ്ങൾ അടിക്കുവാണ്, സാറിനോട് ചെയ്ത ദ്രോഹത്തിന് ഇവനെ ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് അവർ കിട്ടിയ അവസരം മുതലാക്കുവാണ്. അപ്പോൾ ഇത് പറയും നിങ്ങൾ നിർത്തിയേ, ഇപ്പം ഇവൻ എന്തെങ്കിലും സംഭവിച്ചാലും അതിൻ്റെ കുറ്റം എനിക്ക് തന്നെ ആകും, ഇവനൊന്നും ഇതാക്കാൻ പോകില്ലെന്ന് വൈശാഖിൻ്റെ കാര്യത്തിനകത്ത് ACP തീരുമാനം പറയുന്നത്. കാരണം ACPയുടെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്, മീനാക്ഷി പറഞ്ഞിരുന്നു, അതായത് എന്തെങ്കിലും ഇവനെതിരെ ചെയ്താൽ നഷ്ടപ്പെടാൻ അവർക്കൊന്നുമില്ല, ആകപ്പാടെ നഷ്ടപ്പെടുന്ന ACP നിങ്ങൾക്ക് മാത്രമായിരിക്കും, നിങ്ങളുടെ അഭിമാനമായിരിക്കും നഷ്ടപ്പെടുന്നതെന്ന് അന്ന് മീനാക്ഷി പറഞ്ഞത് കാർത്തിക് ആലോചിച്ചിട്ട് നിങ്ങൾ അവൻ്റെ പെടുന്ന കൈയെടുത്തേ, ഇനി അടിച്ചു കഴിഞ്ഞാൽ അവൻ ചത്തുപോകല്ലോ എന്ന് പറഞ്ഞിട്ട് ACP തന്നെ അവനെ അടിക്കാതെ അങ്ങ് രക്ഷപ്പെടുത്തുവാണ്. രക്ഷപ്പെടുത്തിയിട്ട് അന്നേരം അവിടെ ഉള്ള കോൺസ്റ്റബിൾ പറഞ്ഞു, സാറിനെ ഇത്രയും മനസ്സ് വിഷമിച്ചതിന് ഇവൻ്റെ അടുത്ത് ഇത്രയെങ്കിലും ഞങ്ങൾ കാണിക്കണ്ടേ, അല്ലെങ്കിൽ പിന്നെ സാറിൻ്റെ കൂടെ ജോലി ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് എന്താണ് പറഞ്ഞിട്ട് കാര്യമുള്ളത് എന്നൊക്കെ അവരിന്ന് സംസാരിക്കുവാണ്. അപ്പോഴത്തേക്ക് ഇവനെ എൻ്റെ കാറിൽ പിടിച്ച് കയറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവനെയും കാറിൽ കൊണ്ട് തിരിച്ച് വൈശാഖൻ്റെ വീട്ടിലേക്ക് പോവാണ്. അതിന് മുന്നേ തന്നെ വൈശാഖൻ്റെ വീട്ടിൽ ഇവൻ പോലീസിൻ്റെ പിടിയിലായെന്നുള്ള കാര്യം അറിഞ്ഞു. അപ്പോഴത്തേക്ക് വൈശാഖൻ്റെ അച്ഛനും അമ്മയും ഉണ്ട്, അതുപോലെ തന്നെ മൈഥിലും ഉണ്ട്. അപ്പോഴത്തേക്കും അച്ഛൻ പറയുന്നുണ്ട്, ഒരു പോലീസുകാരൻ്റെ ഭാര്യ അടിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ നിർത്തിയിട്ട് ഇവനിപ്പം പോലീസിനകത്ത് തന്നെ പോയി പിടി കൊടുത്തിട്ട് വന്നിരിക്കുവാണ്, ഇവനെ കൊണ്ട് ഒരു കാര്യം എല്ലാത്തിനും വളം വെച്ച് കൊടുക്കുന്നത് നീയാണ്, ചീട്ടും കളിച്ച് എല്ലാത്തിനും വേണ്ടി പോകാൻ വേണ്ടി പൈസ നീ കൊടുക്കുന്നുണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് വൈശാഖൻ്റെ അമ്മയെടുത്ത് വൈശാഖൻ്റെ അച്ഛൻ ചൂടാവണം. ഇതെല്ലാം കേട്ട് മൈഥിലി ഭയങ്കര സങ്കടത്തിൽ നിൽക്കുന്നു. അപ്പം അച്ഛൻ എങ്ങനെയാണ്, അപ്പം ഈ അച്ഛനായ അയാൾ പറയുന്നുണ്ട്, ഞാൻ എന്നാൽ പോയി പോലീസ് സ്റ്റേഷനിൽ പറയാം. ഉടനെ ഈ ഭാര്യ പറയുന്നുണ്ട്, ബെസ്റ്റ്, നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിരിക്കും, നിങ്ങൾ പോയി നിങ്ങളെയും കൂടെ വല്ല കള്ളക്കേസിനകത്ത് പിടിച്ച് അവർ തൂക്കിയിടുന്ന് പറയുമ്പോഴത്തേക്കും അയാൾ പോകാൻ അങ്ങ് മടിക്കുവാണ്. അപ്പോഴത്തേക്കും അമ്മ പറയാം, എന്നാൽ ഞാൻ പോകുമെന്ന് പറയുമ്പോഴത്തേക്കും മതി, ചീട്ടിൻ്റെ കേസ് തന്നെയല്ലേ, ഞാൻ പോയിക്കോളാം, ഒന്നും സംഭവിക്കാതെ ഞാൻ വൈശാഖനെ ഇറക്കിക്കൊണ്ടുവരാൻ എന്നിട്ട് ഈ മോളെ വേണ്ട നീ പോകണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ മൈഥിലി വാതിൽ ഇറങ്ങുമ്പോഴത്തേക്കും നേരെ ACPയുടെ കാറും വൈശാഖുമായിട്ട് വന്നേക്കുമോ. അപ്പോഴത്തേക്കും വൈശാഖനെ ACP ഇറക്കി വിട്ടിട്ടുണ്ട്. ഇറക്കി വിട്ടിട്ട് മൈഥിലിയെ തന്നെ രൂക്ഷമായി നോക്കുക. മൈഥിലിയും തിരിച്ച് ACPനെ തന്നെ നോക്കുക. എന്നിട്ട് വൈശാഖിന് അടിയും ഇടിയൊക്കെ കിട്ടിയിരിക്കുന്നുണ്ട്. അപ്പം മൈഥിലി സങ്കടം കൊണ്ട് ACP നിൽക്കുമെന്ന് പോലും നോക്കാതെ ACPയുടെ മുന്നിൽ വെച്ച് തന്നെ നിന്നെ കാർത്തിക് ഒരുപാട് തല്ലിയല്ലേ വൈശാഖെ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇല്ല, കാർത്തിക് എന്നെ ഒന്നും ചെയ്തില്ല, കാർത്തിക്കാണ് എന്നെ അവരുടെ കയ്യിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി ഇവിടെ കൊണ്ടുവന്നതെന്ന് പറയുന്നു. അത് കണ്ടിട്ടും ഇവക്ക് മൈഥിലിക്ക് വലിയൊരു ഏശലോ കൂശലോ ഒന്നുമില്ല, അതുപോലെ തന്നെ കേട്ടുകൊണ്ട് നിൽക്കുന്നു. അപ്പോഴത്തേക്കും ACP നന്നായിട്ട് ഇവളൊന്ന് രൂക്ഷമായിട്ട് നോക്കിയിട്ട് ACP പോയി. ഈ പോലീസ് വണ്ടി വന്ന് നിൽക്കുന്നതും തന്നെ നമ്മുടെ ഈ വൈശാഖിൻ്റെ അച്ഛനെ അയ്യോ പോലീസ് എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് ഓടി കയറുവാണ്. അത്രയ്ക്ക് പേടി തൊണ്ടരാണ് അവരുടെ സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ സീരിയലിൻ്റെ എപ്പിസോഡിൻ്റെ ഫുൾ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുക, എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ ഇതിൻ്റെ അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടി അടുത്ത എപ്പിസോഡിൻ്റെ അപ്ഡേറ്റും റിവ്യൂവും നോക്കുക. താങ്ക്